നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. തൊടുപുഴ ഉൾപ്പെടുന്ന ലോ റേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ തൊടുപുഴയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോണും നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കരിമണ്ണൂരിന്റെ ഗ്രാമീണ ഭംഗിയിൽ ആബേലിന്റെ പൂന്തോട്ടം ഒരുങ്ങുന്നു. 8 ഏക്കറോളം വരുന്ന ക്യാമ്പസിനുള്ളിൽ മിനി സിനിമ തിയേറ്റർ, നീന്തൽക്കുളം, മത്സ്യക്കുളങ്ങൾ, നടപ്പാതകൾ, ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള സ്വന്തം മിനി ബസ് തുടങ്ങിയ സൗകര്യങ്ങളാൽ സമ്പന്നമാകുന്ന രീതിയിലായിരിക്കും ഇതിന്റെ നിർമ്മാണം. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ ദേവാലയമുറ്റത്ത് പുതിയതായി നിർമ്മിച്ച വിജ്ഞാനമാതാവിന്റെയും യേസഫ് പിതാവിന്റെയും കപ്പേളിയുടെ വെഞ്ചിരിപ്പ് കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ റവറൻ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. കല, സാഹിത്യം, നൃത്തം എന്നത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് സർഗോത്സവം ഉദ്ഘാടനം ചെയ്ത് ചെറുതോണിയിൽ പ്രസംഗിക്കുകയായിരുന്നു കളക്ടർ. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. തൊടുപുഴ ഉൾപ്പെടുന്ന ലോ റേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. അതിതീവ്ര മഴയ്ക്ക് കാരണം ലഘു മേഘവിസ്ഫോടനമെന്ന നിഗമനത്തിലാണ് കാലാവസ്ഥാ വിദഗ്ധർ. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടുക്കി ജില്ലയിലുണ്ടായത് വ്യാപക നാശനഷ്ടമാണ്. അറുക്കുളം, കുടയത്തൂർ പഞ്ചായത്തുകളിലെ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴ വൈകിട്ട് 8 മണി വരെ തുടർന്നു. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കരിപ്പലങ്ങാടിന് സമീപം പലയിടത്തും മണ്ണിടിഞ്ഞു. 5ലധികം വാഹനങ്ങളുടെ പുറത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഇതിൽ 2 വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. 2 ഘട്ടമായിട്ടാണ് ഇവിടെ ഇടിഞ്ഞത്. അതായത് ആദ്യം ഇടിഞ്ഞ് കുറച്ച് വന്നു. അതിന് ആളുകൾ അപ്പോൾ താഴേന്ന് കയറി വന്ന ആളുകൾ, ഇത് പുളിമലയ്ക്ക് ആ റോഡാണല്ലോ, അപ്പോൾ അങ്ങോട്ട് കയറി വന്ന ആളുകൾ, പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് റോഡിലൂടെ പോകുന്ന ആളുകൾ അപ്പോൾ ഇവിടെ വന്ന് ചേർന്ന് കിടന്നു വെച്ചിട്ടാണ് ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തിയത്. ആ സമയത്ത് തന്നെ 2ാം ഘട്ടം ഇടിഞ്ഞു. അന്നേരത്തേക്കുമാണ് കുറേ വണ്ടികളുടെ മുകളിലേക്ക് ഈ മണ്ണും ഇതെല്ലാം കൂടെ വന്ന് 2-3 വണ്ടി താഴെ കിടപ്പുണ്ട്. അതിന് ഒരു വണ്ടിയാണ് ഇത്. പിന്നെ ഫയർഫോഴ്സും പോലീസും സഹകരണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് പിന്നെ നാട്ടുകാരെല്ലാം കൂടി ഒരു 10-11 മണിയോടുകൂടിയാണ് ഇപ്പോൾ അത് ക്ലിയർ ആക്കിയത്. കരിപ്പലങ്ങാട് ഭാഗത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണെങ്കിലും വീടിനുള്ളിലുണ്ടായിരുന്ന യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൂച്ചപ്ര ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി. ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയാണ് ഇവിടെ ഒലിച്ചുപോയത്. ഇവിടെ നിന്ന് അതിനൊരിതെല്ലാം ഇടിഞ്ഞ് താഴത്തേക്ക് പോയി. പിന്നെ താഴെ ഒരു വീടിൻ്റെ ഒരു പകുതി ഭാഗം പോയിട്ടുണ്ട്. ഇടിഞ്ഞ് താഴത്തേക്ക് പോകുന്നു. പിന്നെ ഈ താഴത്തെ കുറച്ച് ഇവിടെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് ഈ സൈഡ്. അത് ഇന്നലെ ഉച്ചയായത്തിന് തുടങ്ങുന്ന ആ മഴ രാത്രി വരെ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിട്ട്. മൂലമറ്റം താഴ്വാരം കോളനി ഭാഗത്ത് ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായി. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും ഗതാഗതവും വൈദ്യുതിയും താറുമാറായിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ അടച്ച തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാത ഇന്ന് രാവിലെ ഭാഗികമായി തുറന്നുകൊടുത്തു. മലങ്കര അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതിനാൽ തന്നെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എക്സൈസ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് പന്തം കൊളുത്തി പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപ് ഈട്ടൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. ബാർക്കോഴ വിവാദത്തിൽ ആരോപണം നേരിടുന്ന എക്സൈസ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് പന്തം കൊളുത്തി പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപ് ഈട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഈ മദ്യനയത്തിന്റെ പേരിൽ കേരള സർക്കാർ നടത്തിവരുന്ന അഴിമതിക്കെതിരെയുള്ള
ഒരു പ്രതിഷേധ തീപ്പന്ത ജ്വാലയാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നമ്മൾ നടത്തി മുന്നോട്ട് കടന്നു പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കോതമംഗലത്ത് ശ്രീ എൽദോസ് എൻ ഡാനിയലിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ ജ്വാലയുമായി നമ്മൾ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ കോതമംഗലത്തിന്റെ നടുക്കണ്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് കടന്നു വന്നത്. ഇത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സൂചനാ സമരമാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കഴിഞ്ഞ 7.5 വർഷക്കാലം ഈ കേരളത്തിൽ എല്ലാവിധ അഴിമതികൾക്കും നേതൃത്വം കൊടുത്ത LDF സർക്കാരിനെതിരെയുള്ള വലിയൊരു തുടക്കമായിട്ടാണ് ഈ പ്രതിഷേധ സമരം മാറുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ റഫീഖ് മുഹമ്മദ്, മേഘ ഷിബു, മണ്ഡലം പ്രസിഡന്റുമാരായ അജീബ് ഇരമല്ലൂർ, ബേസിൽ തേക്കുംകുടി, അനസ് NM, ബേസിൽ കാരാംചേരി, KSU സംസ്ഥാന കമ്മിറ്റി അംഗം അനൂസ് വി ജോൺ, യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ സിബി ചെട്ടിയാംകുടി, നൌഫൽ KM, ബേസിൽ പൗലോസ്, ബെർട്ടിൻ ജോയ്, ജഹാസ് വട്ടക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു. ജോർജ് ജോസ്, വാഹിദ് പാനിപ്ര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സംസ്ഥാന സർക്കാരിന്റെ തൊടുപുഴയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നത അധികാര സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോണും നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. PJ ജോസഫ് MLA നിരന്തരം ആവശ്യപ്പെട്ടിട്ടും തൊടുപുഴയിലെ പല വികസന പ്രവർത്തനങ്ങളും സർക്കാർ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. തൊടുപുഴ ടൗണിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സമഗ്രമായ പദ്ധതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും ആരോപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തൊടുപുഴയോടുള്ള അവഗണന അവസാനിപ്പിക്കുകയും വികസന പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോണും നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബും ആവശ്യപ്പെട്ടു. PJ ജോസഫ് MLA നിരന്തരം ആവശ്യപ്പെട്ടിട്ടും തൊടുപുഴയിലെ പല വികസന പ്രവർത്തനങ്ങളും സർക്കാർ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണ്. തൊടുപുഴ മാരിയൽക്കലുങ്ക് പാലത്തിന്റെ കാഞ്ഞിരമറ്റം ഭാഗത്തെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് ഭരണാനുമതിയും ഫണ്ടും ഉണ്ടായിട്ടും എസ്റ്റിമേറ്റ് പുതുക്കി നൽകി നിർമ്മാണം ആരംഭിക്കാൻ സർക്കാർ ഇനിയും തയ്യാറാകാത്തത് മനഃപൂർവ്വമായ അവഗണനയാണ്. തൊടുപുഴയിലെ പ്രധാനപ്പെട്ട പല വികസന പ്രവർത്തനങ്ങളും അവഗണിക്കപ്പെടുകയും അത് പതുക്കെ മെല്ലേപ്പോക്ക് നയം സ്വീകരിക്കുകയും ചിലത് ചവിട്ടി അങ്ങ് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് കാണുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ മാരിയൽക്കലുങ്ക് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണമാണ്. ഇപ്പോൾ നമുക്കറിയാം, ആ പാലം പണിതിട്ടിപ്പോൾ 7-8 വർഷമായി. അതിൻ്റെ 2 സൈഡിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ സർവെടുപ്പ് പൂർത്തിയായിട്ടിപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ആ സ്ഥലമെടുപ്പ് എടുത്ത സ്ഥലത്ത് റോഡ് പണിത് കാഞ്ഞിരമറ്റവും മാരിയക്കലുങ്കുമായി ബന്ധിപ്പിച്ച് റോഡുണ്ടാക്കിയാൽ ഒട്ടേറെ പ്രയോജനം നമ്മുടെ തൊടുപുഴയ്ക്ക് ടൗണിൻ്റെ വികസനത്തിന് കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു വശത്തേക്കുള്ള സ്ഥലമെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു വശത്തേക്കുള്ള മുഴുവൻ പണികളും, അതായത് പിന്നെ മൂലമറ്റം റൂട്ടിലേക്കുള്ള റോഡിൻ്റെ പണിക്കുള്ള പണം MLA ഫണ്ടിൽ നിന്ന് 1,80,00,000 രൂപ കൊടുത്തു. അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാവുകയാണ്. അതിൻ്റെ അങ്ങേ സൈഡിലേക്കുള്ള 90 ലക്ഷം രൂപ, ആ 90 ലക്ഷം രൂപ യഥാർത്ഥത്തിൽ പാലത്തിൻ്റെ നിർമ്മാണത്തിനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ്റെ കൂടെ അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം മിച്ചമുള്ള പണമാണ് 90 ലക്ഷം രൂപ. അപ്പോൾ മൊത്തം 270 വേണമായിരുന്നു. 180 MLA ഫണ്ട് കൊടുത്തു. മിച്ചം ഉണ്ടായിരുന്നു 90 ലക്ഷം കൊണ്ട് അങ്ങേ സൈഡ് കാഞ്ഞിരമറ്റം സൈഡ് പണിയാനായിട്ടുള്ള തീരുമാനമാണ് എടുത്തത്. അതനുസരിച്ച് പഴയ എസ്റ്റിമേറ്റ് ആയതുകൊണ്ട് ആ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തതിന് വേണ്ടി ഗവൺമെൻറ് കൊടുത്തിട്ട് ഇപ്പോൾ 1.5 വർഷം പൂർത്തിയായി. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മറ്റ് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ആ സ്ഥലം റോഡ് കണ്ടതാണ്, പാലം കണ്ടതാണ്. എന്നിട്ടും 1.5 വർഷമായിട്ട് ആ പാലത്തിനൊരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പാസ്സാക്കി തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. തൊടുപുഴയിൽ ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണാനുമതി നൽകിയിരുന്നെങ്കിലും തുടർ നടപടി സ്വീകരിക്കാത്തതും അവഗണനയാണ്. മലങ്കര ടൂറിസം പ്രോജക്റ്റിന് സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 103 കോടി രൂപയുടെ പ്രോജക്റ്റ് തയ്യാറാക്കി നൽകിയെങ്കിലും സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയെ അവഗണിച്ച് ഭരണകക്ഷി MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളിലെ ടൂറിസം പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിൽ മുൻഗണന മാറ്റി നൽകി. ഇതുമൂലം ഈ പദ്ധതിക്ക് ഇനിയും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. UDF സർക്കാർ ഭരണാനുമതി നൽകിയ 28 കോടിയുടെ മുണ്ടേക്കല്ല് സിവിൽ സ്റ്റേഷൻ നിർമ്മാണം മനഃപൂർവ്വം താമസിപ്പിച്ചു. കേരളത്തിൽ എവിടെയെങ്കിലും വൈദ്യുതി ലഭ്യമായാൽ തൊടുപുഴയിൽ മുടക്കമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുന്ന പുതിയ 440 kV സബ്സ്റ്റേഷൻ നിർമ്മാണം അട്ടിമറിച്ചു. വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം വന്ന തൂക്കുപാലങ്ങളുടെ പുനർനിർമ്മാണം അട്ടിമറിച്ചു.
തൊടുപുഴ ടൗണിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സമഗ്രമായ പദ്ധതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. തൊടുപുഴയോടുള്ള കടുത്ത അവഗണന അവസാനിപ്പിക്കാൻ സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, അഡ്വക്കേറ്റ് ജോസി ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂന്നാറിൽ OBC വിഭാഗത്തിൽപ്പെട്ട ആൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി SSC വിഭാഗമാണെന്ന് കാണിച്ച് സർക്കാരിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയെന്ന് സുരേഷ് കുമാർ, S മുത്തുകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതുമൂലം 80 വയസ്സ് പൂർത്തിയായ വിധവയായ സ്ത്രീക്കും മറ്റുള്ളവർക്കും കിട്ടേണ്ട ആനുകൂല്യം നഷ്ടപ്പെട്ടു. കൂടാതെ സർക്കാർ കൈയേറ്റം ചെയ്ത സ്ഥലത്ത് അനധികൃതമായി വിൽപ്പന നടത്തി വരുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് രാജീവ് ഗാന്ധി കോളനിയിൽ താമസിക്കുന്ന പാണ്ഡ്യ മുരുകൻ OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഇയാൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി SC വിഭാഗമാണെന്ന് കാണിച്ച് സർക്കാരിൽ നിന്നും ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതുമൂലം 80 വയസ്സ് പൂർത്തിയായ വിധവയായ സ്ത്രീക്കും മറ്റുള്ളവർക്കും കിട്ടേണ്ട ആനുകൂല്യം നഷ്ടപ്പെട്ടു. ഇതിനെതിരെ രാജീവ് ഗാന്ധി കോളനിയിൽ താമസിക്കുന്ന സുരേഷ് കുമാർ, ജില്ലാ കളക്ടർ, ദേവികുളം സബ് കളക്ടർ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി, ദേവികുളം തഹസിൽദാർ, മൂന്നാർ വില്ലേജ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ യാതൊരുവിധ നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്നാണ് ഇയാൾ പറയുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ പാണ്ഡ്യ മുരുകൻ എന്തോ ഒരു കക്ഷി വന്നിട്ട് പുള്ളി മറവനാണ്. പക്ഷേ പുള്ളി വന്നിട്ട് SC പറഞ്ഞിട്ട് നമ്മുടെ സർക്കാരെയും അവിടത്തുള്ള ഓഫീസർമാരൊക്കെ ചീറ്റിംഗ് ചെയ്ത് SCയുടെ ആനുകൂല്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധമായിട്ട് ഞാൻ ഇവിടെ അവിടുത്തെ മൂന്നാർ ദേവികുളം സബ് കളക്ടർക്കും മൂന്നാർ തഹസിൽദാർക്കും മൂന്നാർ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാവർക്കും പരാതിയൊക്കെ കൊടുത്തായിരുന്നു. പരാതി കൊടുത്തിട്ട് ഇതുവരെ കറക്റ്റായിട്ട് ഒരു നടപടിക്ക് ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ രാജീവ് ഗാന്ധി കോളനിയിൽ അവർ കുറച്ച് സ്ഥലങ്ങളും കൈവശം വച്ചിട്ട് അവിടെ കുറച്ച് പല ലക്ഷങ്ങൾക്ക് അവർ സ്ഥലങ്ങൾ കച്ചവടവും ചെയ്യുന്നുണ്ട്. അതും സംബന്ധമായിട്ട് ഞാൻ പരാതി കൊടുത്തായിരുന്നു. ഇതുവരെ കറക്റ്റായിട്ട് ഒരു നടപടിക്ക് ആയിട്ടില്ല. അപ്പോൾ ഈ പരാതി കൊടുത്തത് കാരണം കൊണ്ട് എനിക്കോ എൻ്റെ ഫാമിലിക്കോ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഏതെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ അത് ഇവർ തന്നെ കാരണം. പിന്നെ ബാക്കിയുള്ളവർ ഇതുപോലെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഈ ലൈഫ് പദ്ധതിയിലുള്ള പിറ മേടിക്കുന്ന കാരണം ഈ കിട്ടുന്ന ആൾക്കാർക്കുള്ള ആനുകൂല്യം കിട്ടുന്നില്ല. അതിന് ദയവുണ്ടായി ഇത് നേരിട്ട് വിജിലൻസി അന്വേഷിക്കുന്നതാണ് ഞാൻ പറയുന്നത്. മൂന്നാറിൽ ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട് ഈ സർക്കാരിൻ്റെ പേരിൽ. അത് കാരണം കൊണ്ട് പാവപ്പെട്ട ഒരു എസ്റ്റേറ്റ് തൊഴിലാളികൾ 20 കൊല്ലം 30 കൊല്ലം എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് പോയിട്ട് കിടപ്പാടായില്ലാതെ പോലും ഇപ്പോൾ മൂന്നാറിൽ കഷ്ടപ്പെടുകയാണ്. അത് കാരണം സർക്കാർ നേരിട്ട് ഒന്ന് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മൂന്നാർ രാജീവ് ഗാന്ധി കോളനി നിവാസികളായ സുരേഷ് കുമാർ, S മുത്തുകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂരിന്റെ ഗ്രാമീണ ഭംഗിയിൽ ആബേലിന്റെ ഒരു പൂന്തോട്ടം ഒരുങ്ങുന്നു. 8 ഏക്കറോളം വരുന്ന ക്യാമ്പസിനുള്ളിൽ മിനി സിനിമാ തിയേറ്റർ, നീന്തൽക്കുളം, മത്സ്യക്കുളങ്ങൾ, നടപ്പാതകൾ, ഒരുമിച്ച് യാത്ര ചെയ്യുവാനുള്ള സ്വന്തം മിനി ബസ് തുടങ്ങിയ സൗകര്യങ്ങളാൽ സമ്പന്നമാകുന്ന രീതിയിലായിരിക്കും ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ക്യാമ്പസിൽ തന്നെ എല്ലാ ആധുനിക ജീവിത സൗകര്യങ്ങളുമുള്ള കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു റിട്ടയർമെന്റ് ഹോം സമുച്ചയമായിരിക്കും ആബേൽസ് ഗാർഡൻ എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലും വിദേശത്തും നിന്നുമുള്ള ഒരു കൂട്ടം സംരംഭകരുടെ സ്വപ്ന പദ്ധതിയാണ് ആബേലിന്റെ പൂന്തോട്ടം. പ്രായമായവർക്ക് സംതൃപ്തവും ഊർജ്ജസ്വലവുമായ ജീവിതാനുഭവം പ്രദാനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ഹോം പ്രോജക്റ്റാണിത്. 3 വർഷത്തിനുള്ളിൽ 3 ഘട്ടങ്ങളിലായി പൂർണ്ണതോതിൽ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ക്യാമ്പസിൽ തന്നെ എല്ലാ ആധുനിക ജീവിത സൗകര്യങ്ങളുമുള്ള കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു റിട്ടയർമെന്റ് ഹോം സമുച്ചയമായിരിക്കും ആബേൽസ് ഗാർഡൻ. 8 ഏക്കറോളം വരുന്ന ക്യാമ്പസിനുള്ളിൽ മിനി സിനിമാ തിയേറ്റർ, നീന്തൽക്കുളം, മത്സ്യക്കുളങ്ങൾ, നടപ്പാതകൾ, ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള സ്വന്തം മിനി ബസ് തുടങ്ങിയ സൗകര്യങ്ങളാൽ സമ്പന്നമാകുന്ന രീതിയിലായിരിക്കും ഇതിന്റെ നിർമ്മാണം. പെട്ടെന്നുണ്ടാകുന്ന രോഗാവസ്ഥകളിൽ അത്യാവശ്യ പ്രഥമ ശുശ്രൂഷ ഇവിടെ തന്നെ നൽകുകയും ഉടനടി തൊടുപുഴയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് രോഗിയെ പ്രവേശിപ്പിക്കുകയും ചെയ്യുക വഴി എമർജൻസി മെഡിക്കൽ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ഇല്ലാതാകുന്നു. എമർജൻസി ആംബുലൻസ് സേവനങ്ങൾ, മുഴുവൻ സമയ നഴ്സിംഗ് കെയർ എന്നിവ നൽകുന്നതിലൂടെ താമസക്കാരുടെ ആരോഗ്യത്തെയും സുരക്ഷയും കുറിച്ചുള്ള ആശങ്കകൾ മാറ്റിവെച്ച്
ഉല്ലാസകരമായ റിട്ടയർമെന്റ് ജീവിതം ആബേൽസ് ഗാർഡനിൽ ചെലവഴിക്കാൻ കഴിയുമെന്ന് സ്ഥാപക ഡയറക്ടർ ജോസ്മോൻ ഫ്രാൻസിസ് അറിയിച്ചു. പദ്ധതി പൂർത്തിയാകുമ്പോൾ ലോക നിലവാരത്തിലുള്ള റിട്ടയർമെന്റ് ഹോം സേവനങ്ങൾ മനോഹരമായ ഈ ഉൾനാടൻ ഗ്രാമത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ തൊടുപുഴ അടുത്ത് കരിമണ്ണൂര് ഒരു 7 ഏക്കർ സ്ഥലത്ത് ഒരു റിട്ടയർമെൻറ്റ് ഹോം പ്രോജക്റ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ റിട്ടയർമെൻറ്റ് ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഒത്തിരി സാധ്യതകളുള്ളൊരു പ്രോജക്റ്റാണ്. കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട്, പക്ഷെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ പ്രോജക്റ്റാണ്. അങ്ങനെ ഒരു പ്രത്യേകത നമുക്കുണ്ട്. ലോകത്തിലെ മറ്റ് എവിടെ സ്ഥലത്തും കിട്ടുന്ന ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ഡയറക്ടർ ജോസ്മോൻ ഫ്രാൻസിസ്, ചെയർമാൻ ഹൈബിൻ തോമസ്, മാനേജിംഗ് ഡയറക്ടർ പീറ്റർ കെ ജോസഫ്, പ്രോജക്ട്സ് ഡയറക്ടർ സോജി തോമസ്, ഫിനാൻസ് ഡയറക്ടർ ജോസി സ്റ്റീഫൻ പുളിമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ ദേവാലയമുറ്റത്ത് പുതിയതായി നിർമ്മിച്ച വിജ്ഞാനമാതാവിൻ്റെയും യൗസേ പിതാവിൻ്റെയും കപ്പേളയുടെ വെഞ്ചിരിപ്പ് കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റവറൻ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ, ന്യൂമാൻ കോളേജ് ബർസാർ ഫാദർ ബെൻസൺ നിരവത്തിനാൽ, വിൻസെഷ്യൽ ആശ്രമ സുപ്പീരിയർ ഫാദർ ജോമോൻ കൈപ്പടക്കുന്നിൽ, തെരേസ ഹോം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിബിൻ പുല്ലാന്തിത്തൊട്ടിയിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ട്രസ്റ്റിമാരായ ബാബു ചെത്തിമാട്ടേൽ, ബെന്നി കളപ്പുരയിൽ, പാരീഷ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അതിനെ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയെപ്പോഴും എന്നേക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ തെറ്റുകാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. വിശുദ്ധമായ ഭവനം വൃത്തിയായും നിർമ്മലമായും കാത്തു സൃഷ്ടിക്കപ്പെട്ടിട്ട് ഈ കപേട നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവകയ്ക്കും ഈ ദേവാലയ അടുത്തുള്ള എല്ലാ നിവാസികൾക്കും ദൈവാനുഗ്രഹത്തിന് ഉറവിടമായിരിക്കട്ടെ. പിശാചിന്റെയും നാരിക ശക്തിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ നാടിനെ സംരക്ഷിക്കുവാനായി കപ്പേട നിലകൊള്ളട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നേർച്ചകളെല്ലാം കൃത്യമായി നിറവേറ്റണമെന്ന് ആജ്ഞാപിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സ്തുതിക്കും ഞങ്ങളുടെ പ്രയോജനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചകളും നേർച്ചകളും സ്വീകരിക്കണമേ. അങ്ങനെ അനന്തമായ ശക്തിയാൽ ദൃഢമായി വിശ്വസിക്കുന്ന ഈ കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. ആ പഴകുന്നവരെ സംരക്ഷിക്കുകയും ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യണമേ. തൊടുപുഴ നഗരസഭയിൽ വിരമിച്ച ഡെഫേദാറും ഫ്യൂജി ഗംഗയുടെ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന VSM നസീറിന് സ്വീകരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഫ്യൂജി ഗംഗ കുടുംബാംഗങ്ങളുടെ മക്കൾക്കുള്ള ഉപകാര സമർപ്പണവും നടന്നു. തൊടുപുഴ സിന്നമൻ കൗണ്ടി ഹാളിൽ നടന്ന ഫ്യൂജി ഗംഗ കുടുംബ സംഗമത്തിൽ ഫ്യൂജി ഗംഗ വൈസ് പ്രസിഡന്റ് CB ഹരികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മലപ്പുറം റീജിയൻ ട്രാൻസ്പോർട്ട് ഓഫീസർ നസീർ PA പടിഞ്ഞാറക്കര ഉദ്ഘാടനം ചെയ്തു. സ്തുത്യർഹമായ 28 വർഷത്തെ സേവനത്തിന് ശേഷം തൊടുപുഴ നഗരസഭയിൽ നിന്ന് വിരമിച്ച ഡഫേദാറും ഫ്യൂജി ഗംഗയുടെ ജോയിന്റ് സെക്രട്ടറിയുമായ VSM നസീറിന് സ്വീകരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഫ്യൂജി ഗംഗ കുടുംബാംഗങ്ങളുടെ മക്കൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. തൊടുപുഴ സിന്നമൻ കൗണ്ടി ഹാളിൽ നടന്ന ഫ്യൂജി ഗംഗ കുടുംബ സംഗമത്തിൽ ഫ്യൂജി ഗംഗ വൈസ് പ്രസിഡന്റ് CB ഹരികൃഷ്ണൻ അധ്യക്ഷനായി.
മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ നസീർ PA യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എക്സൈസിൽ നിന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹം ഇപ്പം എത്തിപ്പെട്ടിരിക്കുന്ന അദ്ദേഹമൊക്കെ പോയതിനെ കുറിച്ച് കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്നത് നല്ലൊരു വ്യക്തിയുടെ മുന്നിലാണ്. ഈ അടുത്ത ദിവസമാണ് ഞാൻ അറിഞ്ഞത് മജീഷ്യൻ ഉദ്ഘാടൻ്റെ അടുത്ത് അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ എനിക്കിപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും സാറ് മെസ്സേജ് അയക്കാറുണ്ട്. നല്ല നല്ല വീഡിയോസൊക്കെ എനിക്ക് ഇട്ട് തരാറുണ്ട് സാറ്. അപ്പോൾ അദ്ദേഹം നല്ല നമുക്കറിയാം മജീഷ്യൻ ഉദ്ഘാടന ജീവിതത്തിൽ കണ്ണീരൊപ്പിക്കാൻ വേണ്ടി വിവിധ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പോലും തൊടാനും മറയ്ക്കാനും പറ്റാത്ത സെക്രട്ടറി CK സുനിൽ രാജ്, എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഹരി C ശേഖർ, തേവര SH കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ജെയിംസ്, KSCB റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PS ഭോഗീന്ദ്രൻ, റിട്ടയർഡ് മുനിസിപ്പൽ ഹെൽത്ത് സൂപ്രണ്ട് NB രമേഷ് കുമാർ, VSM നസീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കല, സാഹിത്യം, നൃത്തം എന്നത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ്. സർഗോത്സവം 2024 ഉദ്ഘാടനം ചെയ്ത് ചെറുതോണിയിൽ പ്രസംഗിക്കുകയായിരുന്നു കളക്ടർ. സമന്വയ നൃത്ത വിദ്യാലയത്തിന്റെ 11ാം വാർഷികവും അരങ്ങേറ്റവുമാണ് സർഗോത്സവം 2024 ആഘോഷിച്ചത്. കാഞ്ചിയാർ, ചെറുതോണി, മൂലമറ്റം മേഖലകളിൽ കഴിഞ്ഞ 11 വർഷമായി നിരവധി കലാകാരികളെ നൃത്തകലയിൽ പരിശീലനം നൽകി അരങ്ങിലെത്തിച്ച സമന്വയ നൃത്ത വിദ്യാലയത്തിന്റെ വാർഷികാഘോഷങ്ങളും 30 കുട്ടികളുടെ അരങ്ങേറ്റവുമാണ് ചെറുതോണി ടൗൺ ഹാളിൽ നടന്നത്. ജില്ലാ കളക്ടർ ഷീബ ജോർജ് സർഗോത്സവം 2024 ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു കലാ, സാഹിത്യം, നൃത്തം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏത് കലയെടുത്താലും, ഏത് നൃത്തം എടുത്താലും, ഏത് സാഹിത്യം എടുത്താലും ഒക്കെ അത് നമ്മുടെ ചുറ്റുപാടുകളെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. ആ ഒരു ഐക്യവും ഒരു നന്മയും ഒക്കെ ഈ ഒരു കലാരംഗത്തും നമുക്കുണ്ട്. അതൊക്കെ ഈ കുട്ടികളിലൂടെ വീണ്ടും വീണ്ടും വളർന്നു വരുവാൻ സാധിക്കണം എന്നാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ അധ്യക്ഷത വഹിച്ചു. ONV യുവ സാഹിത്യ പുരസ്കാര ജേതാവ് രാഖി R ആചാര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. PTA അംഗങ്ങളായ A അഭിലാഷ് സ്വാഗതവും ശ്രീജിത്ത് ഭരതൻ നന്ദിയും പറഞ്ഞു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ മിനി ജേക്കബ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാച്ച് ജോസഫ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം നിമ്മി ജയൻ കലാസാഗർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അരങ്ങേറ്റ ചടങ്ങിൽ 90-ൽ പരം കലാകാരികൾ അരങ്ങിലെത്തി. 30 കുട്ടികളാണ് ഈ വർഷം അരങ്ങേറ്റം കുറിച്ചത്. കലാ ആസ്വാദകരുടെയും അരങ്ങേറ്റം കുറിച്ച കുട്ടികളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ വലിയ ഒരു സദസ്സാണ് സർഗോത്സവം 2024 സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം സെന്റ് ജോൺസ് ധ്യാനകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കുഞ്ഞുങ്ങൾക്കുള്ള ബാഗ്, കുട, നോട്ട്ബുക്കുകൾ തുടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. 600-ൽ പരം കുട്ടികൾക്ക് ഇപ്രാവശ്യം കിറ്റുകൾ നൽകി. സെന്റ് ജോൺസ് ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കോതമംഗലം MLA ആന്റണി ജോൺ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. യെരുശലേം മെത്രാപ്പോലീത്ത മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ മാത്യൂസ് കുഴുവേലിപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം സെന്റ് ജോൺസ് ധ്യാനകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കുഞ്ഞുങ്ങൾക്കുള്ള ബാഗ്, കുട, നോട്ട്ബുക്കുകൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. 600-ൽ പരം കുട്ടികൾക്ക് ഇപ്രാവശ്യം കിറ്റുകൾ നൽകി. സെന്റ് ജോൺസ് ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കോതമംഗലം MLA ആന്റണി ജോൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, സഹായങ്ങൾ അർഹിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ എല്ലാം ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ്. ഏതാണ്ട് കഴിഞ്ഞ 7.5 വർഷക്കാലം MLA ആയി പ്രവർത്തിക്കുമ്പോൾ നിരവധി പ്രാവശ്യം ഇതുപോലുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ എനിക്കും ഇവിടെ ഈ സെന്റ് ജോൺസ് മിഷനിൽ ആ വേളയിലെല്ലാം പങ്കാളിയാകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു വലിയ മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഇതിന്റെ സംഘാടകർ ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാവരെയും ചേർത്ത് നിർത്തി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സഹായങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ അത് ജാതി മത ഭേദമന്യേ ഈ സമൂഹത്തിൽ അർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ടാണ് അതെല്ലാം ഇവിടെ ഈ മിഷൻ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് നമ്മളൊരു അധ്യയന വർഷത്തിന്റെ ആരംഭത്തിലാണ്. അങ്ങനെ സ്കൂൾ തുറന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു ചെറിയ സഹായം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവിടെ ബാഗും, കുടകളും, ബുക്കുകളും, പേനയും, പെൻസിലും, വാട്ടർ ബോട്ടിലും ഒക്കെ അങ്ങനെ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ അത്തരം സാധനങ്ങളെല്ലാം ഏതാണ്ട് 500-ലേറെ കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെരുശലേം മെത്രാപ്പോലീത്ത മാത്യൂസ് മോർ തിമോത്തിയോസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ മാത്യൂസ് കുഴുവേലിപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു.
കുട്ടികൾക്കുള്ള പഠനസഹായ വിതരണം മുനിസിപ്പൽ ചെയർമാൻ കെ ടോമി നിർവഹിച്ചു. രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, ഫാദർ തമ്പി മാറാടി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഡയറക്ടർ ബ്രദർ ജോണി തോളേലി, PV വർഗീസ്, സിസ്റ്റർ സൂസന്ന, ഗോഡ്ലി P ജോണി, MS ബെന്നി, പെന്നി പാണൻകുഴി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിന്റെ മേലെച്ചിന്നാർ ശാഖയ്ക്ക് മുന്നിൽ UDFന്റെ ധർണ. നിക്ഷേപകരുടെ തുക തിരിച്ചു നൽകുന്ന ഉൾപ്പെടെ ബാങ്കിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് ഉൾപ്പെടെ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് UDF വാത്തുകുടി മണ്ഡലം കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചത്. DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപത്തുക തിരിച്ചു നൽകാത്ത വിഷയവും ബിനാമി വായ്പകൾ വഴി ഭരണസമിതിയും ഇടതുപക്ഷ പ്രവർത്തകരും പണം തട്ടിയെടുത്തതിനെ സംബന്ധിച്ചുള്ള ഉന്നതതല അന്വേഷണവും ആവശ്യപ്പെട്ടാണ് UDF വാത്തുകുടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ബാങ്കിന്റെ മേലെച്ചിനാർ ശാഖയ്ക്ക് മുൻപിൽ നടത്തിയ ധർണ ഇടുക്കി DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ ബാങ്കുകളൊക്കെ പുനരുദ്ധാരണ പാക്കേജിൽ ഉൾപ്പെടുത്താൻ പോകണമെങ്കിൽ അപ്പോൾ ഉദ്യോഗസ്ഥൻ പറയുന്നു നിങ്ങളെ സംരക്ഷിക്കാൻ പ്രാഥമിക സഹകരണ സംഘങ്ങളെ സംരക്ഷിക്കുക, അതാണ് ഞങ്ങളുടെ നട്ടല്. അതിനെ ഞങ്ങൾ സംരക്ഷിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ഒരു വലിയ പ്രഭാഷണമൊക്കെ നടത്തിയിട്ട് KV ശശി എന്ന് പറയുകയാണ്. നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആ ദേശാഭിമാനിക്ക് ലോൺ കൊടുക്കുമ്പോൾ ഉള്ള ആളുകൾക്കൊക്കെ ലോൺ കൊടുക്കണം. ഇല്ലാത്ത ആളുകളുടെ പേരിൽ ലോൺ എടുത്ത് ഇല്ലാത്ത സഹകരണ സംഘങ്ങളുടെ JMT ഗ്രൂപ്പുകളൊക്കെ രൂപീകരിച്ച് ലോൺ കൊടുക്കരുത്. അത് നമ്മൾ പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പം ഇരിക്കുന്ന മുഴുവൻ CPM-കാരാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ KV ശശി പ്രഭാഷണം നടത്തുന്നത്. ഞാൻ പറയട്ടെ, 17ഓളം ബാങ്കുകൾ ഈ ജില്ലയിൽ CPM-ന്റെ കയ്യിലിരിക്കുന്ന 17 ബാങ്കുകൾ നഷ്ടത്തിലേക്ക് പോയി. ഈ ബാങ്കുകളൊക്കെ മുമ്പ് UDF-ന്റെ കൈവശം ഇരുന്ന ബാങ്കുകളാണ്. എങ്ങനെയാണ് LDF-ന്റെ കയ്യിൽ വരുമ്പോൾ ഇതൊക്കെ നഷ്ടത്തിലാവുന്നത്? നഷ്ടത്തിലാവുന്നത് ഈ ധൂർത്തും ഈ കൊള്ളയുമാണ്. വ്യാജ ലോണുകൾ കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാതെ വ്യാജ ലോണുകൾ കൊടുക്കുന്നു. വ്യാജ ആളുകളുടെ പേരിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കി ഈ നാട്ടിലുള്ള ആളുകൾ ഇപ്പൊ ഈ ബദലിലെ ഈ കച്ചവടക്കാർ അവരൊക്കെ ഡെയിലി കളക്ഷനായി നിക്ഷേപിച്ചിട്ടുള്ള പണം ആർക്കെങ്കിലും ഇന്ന് ഇവിടെ വന്നാൽ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? എവിടെ പോയി ഈ പണമൊക്കെ? ഈ കടക്കാരൊക്കെ നിക്ഷേപിച്ചത് ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയ പണമല്ലേ? റിസർവ് ബാങ്ക് ഈ നാട്ടിൽ ആവശ്യത്തിന് ഉപകരിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള നോട്ടുകൾ തന്നെയല്ലേ ഈ സഹകരണ ബാങ്കിന്റെ ശാഖയിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്? കള്ളപ്പണമൊന്നും നിക്ഷേപിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ഈ ബാങ്കിന്റെ നേതാവ്, ഈ ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നവരോട് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അദ്ദേഹത്തെ സ്വന്തം ആവശ്യത്തിന് പണമടിച്ചിറക്കുന്ന ആളാണല്ലോ. സ്വന്തം ആവശ്യത്തിന് പണമടിച്ചിറക്കുന്ന ആളെ പ്രസിഡന്റായിട്ടിരിക്കുന്ന ബാങ്കാണല്ലോ ഇത്. ആ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന പോലുള്ള പണം നാട്ടിൽ ആർക്കെങ്കിലും മാന്യന്മാർക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും കഴിയുമോ? നമുക്ക് ആർക്കെങ്കിലും കമ്മട്ടം ഉണ്ടോ? കമ്മട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലിരുന്ന് ആവശ്യത്തിന് പണമടിച്ച് ഈ നാട്ടിൽ വ്യാപാരവും വ്യവസായവും ഒക്കെ നടത്തുന്ന ആള് ഭരിക്കുന്ന ബാങ്കിലാണ് നാട്ടുകാരുടെ പണം കൂടി എടുത്ത് ഈ മാതിരി തൂത്ത് കാണിക്കുന്നു. കോൺഗ്രസ് വാത്തുകുടി മണ്ഡലം പ്രസിഡന്റ് സാജു അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നോബിൾ ജോസഫ്, CMB സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് ചേനക്കര, DCC സെക്രട്ടറിമാരായ ജെയ്സൺ K ആന്റണി, അഡ്വക്കേറ്റ് KB സെൽവം, മറ്റ് നേതാക്കളായ ഷൈനി സജി, അഡ്വക്കേറ്റ് എബി തോമസ്, VA ഉലഹന്നാൻ, തങ്കച്ചൻ കാരിക്കാവയലിൽ, ടോമി തെങ്ങുംപള്ളിൽ, ജോസ്മി ജോർജ്, അഡ്വക്കേറ്റ് KK മനോജ്, വിജയകുമാർ മറ്റക്കര, സെബാസ്റ്റ്യൻ മുളാക്കുഴി, ബിജുമോൻ തോമസ്, വിനോദ് ജോസഫ്, അഭിലാഷ് ഉൾപ്പെടെ നിരവധി പേർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. KSBC-യിൽ നിന്ന് വിരമിക്കുന്ന കേരള സംസ്ഥാന വിദേശ മദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈനി തോമസിന് യാത്രയയപ്പ് നൽകി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KV ശശി ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി പേർ യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സംസ്ഥാന വിദേശ മദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ CITU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുദീർഘ സേവനത്തിന് ശേഷം KSBC-യിൽ നിന്ന് വിരമിക്കുന്ന യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈനി തോമസിന് യാത്രയയപ്പ് നൽകി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KV ശശി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് കിട്ടേണ്ട പദ്ധതി വിഹിതം കിട്ടുന്നതിനകത്ത് നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണം ഒരു കുറവായി വന്നു. കാരണം കേരളത്തിൽ നല്ല സ്കൂളുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ആരോഗ്യ സംവിധാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ₹1 നികുതി കേരളത്തിൽ നിന്ന് പിരിക്കുമ്പോൾ നമുക്ക് നല്ല സ്കൂളും ആശുപത്രി സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് വെറും 42 പൈസയാണ്. അതേസമയം
മറ്റ് സംസ്ഥാനങ്ങളിലും യു.പിയിലും ബീഹാറിലും മധ്യപ്രദേശിലൊക്കെ 1 രൂപ കേന്ദ്ര ഗവൺമെന്റ് GST പിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 2 രൂപ 46 പൈസയും 3 രൂപയടക്കം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുക. അപ്പോൾ കേരളം കൈവരിച്ച ജനസംഖ്യാ നിയന്ത്രണത്തിനകത്ത് കൈവരിച്ച നേട്ടത്തിനകത്ത് ഒരു ദോഷം കൂടെയുണ്ട്. പദ്ധതി വിഹിതം വെട്ടി കുറയ്ക്കുന്നതിനകത്ത് അവർ പറയുന്ന കാരണം ഇവർക്ക് നല്ല സ്കൂളുണ്ട്. യാത്രയയപ്പ് സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ദിൽഷ അജയൻ, ഗീതു ദിവാകർ, TR സോമൻ, ജേസൺ ജോസഫ്, KV ജോയ്, സജീവ് S, അനിൽകുമാർ CS, ബിജു ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി നീത K ഗോപാൽ ചുമതലയേറ്റു. ആദ്യ വനിതാ ഡയറക്ടറാണ് നീത K ഗോപാൽ. തിരുവനന്തപുരത്തെ ആസ്ഥാന ഓഫീസിൽ ചുമതലയേറ്റു. K സന്തോഷ് വിരമിച്ച ഒഴിവിലാണ് നിയമനം. കൊച്ചി കാലാവസ്ഥാ കേന്ദ്രത്തിന്റെയും അവിടുത്തെ ഡോപ്ലർ റഡാർ സ്റ്റേഷന്റെയും മേധാവിയായിരിക്കെയാണ് ഡയറക്ടറാവുന്നത്. കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി നീത K ഗോപാൽ ചുമതലയേറ്റു. ആദ്യ വനിതാ ഡയറക്ടറാണ്. തിരുവനന്തപുരത്തെ ആസ്ഥാന ഓഫീസിൽ ചുമതലയേറ്റു. K സന്തോഷ് വിരമിച്ച ഒഴിവിലാണ് നിയമനം. കൊച്ചി കാലാവസ്ഥാ കേന്ദ്രത്തിന്റെയും അവിടുത്തെ ഡോപ്ലർ റഡാർ സ്റ്റേഷന്റെയും മേധാവിയായിരിക്കെയാണ് ഡയറക്ടറാവുന്നത്. 2000-ലാണ് തൊടുപുഴ സ്വദേശി നീത K ഗോപാൽ പൂനെ കാലാവസ്ഥാ സ്റ്റേഷനിൽ ശാസ്ത്രജ്ഞയായി ചേരുന്നത്. കൊച്ചിൻ സർവകലാശാലയിൽ നിന്നും കാലാവസ്ഥാ ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. കാലാവസ്ഥാ പ്രവചനത്തിലായിരുന്നു വിദഗ്ധ പഠനം. 2020-ൽ കൊച്ചി സ്റ്റേഷന്റെ മേധാവിയായി. ഏവിയേഷൻ, ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്, കാലാവസ്ഥാ നിരീക്ഷണം എന്നിവയാണ് പ്രധാനമായും നോക്കുന്നത്. ലോകത്തെ കടലോര കാലാവസ്ഥാ പഠനത്തിന്റെ ഇന്ത്യൻ നോഡൽ ഓഫീസറുമാണ്. ഡൽഹി കേന്ദ്രത്തിലെ ഇൻഫർമേഷൻ ഓഫീസിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പരിശീലകയായും ജോലി ചെയ്തു. ബ്രിഗേഡിയറായി വിരമിച്ച മോഹനൻ പിള്ളയാണ് ഭർത്താവ്. രാജ്യത്തെ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കൂടുതൽ ആധുനികവൽക്കരിച്ചെന്ന് നീത K ഗോപാൽ പറഞ്ഞു. വലിയ മാറ്റമാണ് നിരീക്ഷണത്തിലും പ്രവചനത്തിലും. രാജ്യത്തിന്റെ 3/4 പ്രദേശങ്ങളിലും റഡാർ വഴി കാലാവസ്ഥ നിരീക്ഷിക്കാം. മഴയും ചുഴലിക്കാറ്റും വളരെ വേഗം തിരിച്ചറിയാനുള്ള സാങ്കേതിക പുരോഗതി വന്നു. പുതിയ ചുമതലയിൽ സന്തോഷമുണ്ടെന്നും കഴിയുന്ന എല്ലാ സേവനങ്ങളും ചെയ്യുമെന്നും നീത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. തൊടുപുഴ ഉൾപ്പെടുന്ന ലോ റേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ തൊടുപുഴയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോണും നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കരിമണ്ണൂരിന്റെ ഗ്രാമീണ ഭംഗിയിൽ ആബേലിന്റെ പൂന്തോട്ടം ഒരുങ്ങുന്നു. 8 ഏക്കറോളം വരുന്ന ക്യാമ്പസിനുള്ളിൽ മിനി സിനിമാ തിയേറ്റർ, നീന്തൽക്കുളം, മത്സ്യക്കുളങ്ങൾ, നടപ്പാതകൾ, ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള സ്വന്തം മിനി ബസ് തുടങ്ങിയ സൗകര്യങ്ങളാൽ സമ്പന്നമാകുന്ന രീതിയിലായിരിക്കും ഇതിന്റെ നിർമ്മാണം. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ ദേവാലയമുറ്റത്ത് പുതിയതായി നിർമ്മിച്ച വിജ്ഞാനമാതാവിന്റെയും യൗസേപ്പ് പിതാവിന്റെയും കപ്പേളിയുടെ വെഞ്ചിരിപ്പ് കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ റവറന്റ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. കല, സാഹിത്യം, നൃത്തം എന്നത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് സർഗോത്സവം ഉദ്ഘാടനം ചെയ്ത് ചെറുതോണിയിൽ പ്രസംഗിക്കുകയായിരുന്നു കളക്ടർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.